ഹലോ. അപ്പം നമ്മൾ നാളെ ഒരു സദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തലേന്ന് ഇഞ്ചിപ്പുളി തയ്യാറാക്കി വെക്കുകയാണ്. കാരണം തലേന്ന് റെഡിയാക്കി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഞാൻ തലേന്ന് രാത്രി തന്നെ നമ്മൾ ഇഞ്ചിപ്പുളി റെഡിയാക്കി. ഇത് നമ്മുടെ കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങളും ഇത് അവിയലിനുള്ള കഷ്ണങ്ങളുമാണ്. ഞാൻ ആദ്യം തന്നെ വേഗം ഇത് രണ്ടും കട്ട് ചെയ്ത് അവിടെ വെച്ച്. പിന്നെ ഇത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്കുള്ളതാണ്. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം പൈനാപ്പിൾ പച്ചടി. അപ്പോൾ എന്നോട് കുറേ ആയി പറയുന്നൊന്ന് ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെ ഞാനിന്നൊരു പരീക്ഷണത്തിന് മുതിരുകയാണ്. ഇതാ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അവിയൽ റെഡിയാവുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും ഇപ്പുറത്തുനിന്ന് റെഡിയാവുന്നുണ്ട്. ഇനി ഇതിൽ അവസാനം തൈര് ഒഴിച്ചാൽ മതി. ബാക്കിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ പച്ചടിയെ. പിന്നെ നമ്മുടെ മെയിൻ സംഭവം പായസം, പാലട പായസമാണ്. അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് തറവാട്ടിലേക്കാണ് പോകുന്നത്. തറവാട്ടിൽ നിന്നാണ് ഇന്ന് സദ്യ കഴിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കും, ഉമ്മ അവിടുന്ന് ഉമ്മാൻ്റെ വക കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത്. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കൂട്ടുകറി. ഞാൻ എത്ര വേണേലും കൂട്ടുകറി കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഉമ്മ ഇവിടെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒരു ഉപ്പേരിയും പിന്നെ ക്യാബേജ് ഉപ്പേരിയും ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടവും പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സദ്യ വിളമ്പാണേ. അയ്യോ, എനിക്ക് ഈ സദ്യ എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്നറിയോ, ഭയങ്കര കാര്യമാണ് സദ്യ. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റം മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി ഈ കാളൻ അതൊന്നും വലിയ താല്പര്യമില്ല. ഇവർക്ക് ഉമ്മാക്കും ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഒരു കുഞ്ഞ് സദ്യയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കറികളുടെ എണ്ണം അല്ലല്ലോ. അതായത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക, നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതാണ് നമ്മൾ മെയിൻ ഉദ്ദേശിച്ചത്. നമുക്കെല്ലാവരും കൂടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കുറച്ച് സമയമായിരുന്നു നമ്മൾ ഈ ഫുഡ് കഴിച്ച്. പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് കുറേ കളിച്ച്, മക്കൾ കുറേ കളിച്ച്, നല്ല രസമുള്ള ഒരു സമയമായിരുന്നേ ഇത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക. ആളും ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിട്ട് നല്ല രസമല്ലേ. എന്നാൽ തന്നെ ഉപ്പയും ആപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ ചെറിയ തിരക്കിലായിരുന്നു രണ്ടാളും, അതുകൊണ്ട് അവരുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിരുന്ന് കഴിച്ച്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സദ്യ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.